Drop it. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. ടൈറ്റിൽ വായിച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം. ഇതൊരു ചെറിയ ഹ്യൂമിഡിഫയർ ആണ്. ഒരു മിനി പോർട്ടബിൾ ഹ്യൂമിഡിഫയർ എന്ന് പറയും. വാട്ടർ ഹ്യൂമിഡിഫയർ. വാട്ടറാണല്ലോ ഹ്യൂമിഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് കാര്യം പറഞ്ഞു തരാം. ഹ്യൂമിഡിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇത് കാണുമല്ലോ, അന്തരീക്ഷത്തെ ഒരു ഈർപ്പം, ആ സാധനം അതിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നതാണ് ഇവൻ്റെ പണി. ഇത് നമ്മളിപ്പോൾ റൂമിനുള്ളിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിനുള്ളിലുള്ള ഹ്യൂമിഡിറ്റി ഇവൻ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തും. അതായത് ഈർപ്പാംശം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തും. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ തണുപ്പുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഈ മഞ്ഞ് വീഴുന്നിടം അവിടെയൊക്കെയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള നാട്ടിലൊക്കെ പുറമേ ഹ്യൂമിഡിറ്റി കാണും, അകമേ ഹ്യൂമിഡിറ്റി തീരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇത് വീടിനുള്ളിൽ വെക്കാറുണ്ട്. കാരണം നമ്മുടെ ഈ മുഖവും തൊലിയൊക്കെ വരണ്ട് വരത്തില്ലേ, അത് വരാതിരിക്കാനായിട്ട്. ഹ്യൂമിഡിറ്റി കുറയുമ്പോഴത്തേനാണ് അങ്ങനെ വരണ്ട് വരുന്നത്. അത് കുറയാനായിട്ടാണ് ഹ്യൂമിഡിഫയർ ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ പല ആവശ്യമുണ്ട്, പറയാനാണ് ഒരുപാടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽഡ് കാര്യം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. വായിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി വായിക്കുക. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മൊത്തം മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂയിലേക്ക് നമുക്ക് നേരെ വിട്ടാലോ. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു വന്നപ്പോൾ തന്നെ, വർക്കിംഗ് ആണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ജസ്റ്റ് കാര്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റിലായിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ ചെറിയ ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തോ ചെറിയൊരു വാണിംഗ് ഒക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് കറക്റ്റ് എങ്ങനെ അറിയത്തൊന്നുമില്ല. ഇതിലെന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ ഇതുപോലൊരു ബീഡിക്കുറ്റിയുള്ളൊരു സാധനം വരുന്നുണ്ട്. ബീഡിയല്ല, ഇതൊരു കോട്ടൺ സ്റ്റിക്കാണ്. ഇതാണ് നമ്മുടെ വെള്ളത്തിനെ വലിച്ചെടുക്കുന്നത്. ഇതുണ്ട്. പിന്നെ വരുന്നത് ഓക്കെ, ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്, 2 ചെറിയ അഡാപ്റ്റർ. പിന്നെ ഇതുപോലത്തെ ഒരു കൺട്രോൾ ബോർഡ് വരുന്നുണ്ട്, ഒരു ചെറിയ കൺട്രോൾ ബോർഡ്. ഇതിൻ്റെ അകത്തൊരു കപ്പാസിറ്റർ, പിന്നെ ലൈറ്റ്, സ്വിച്ച്, അങ്ങനെയുള്ള കുറച്ച് സാധനമൊക്കെ വരുന്നുണ്ട്, പറഞ്ഞുതരാം. പിന്നെ ഇതാണ് നമ്മുടെ ഹ്യൂമിഡിഫയർ. കണ്ടോ, ഇതാണ് സാധനം. കാണുമ്പോൾ തീരെ ചെറുതാണ്. കണ്ടോ, കാണുമ്പോൾ ഇത് തീരെ ചെറുതാവും. ഒരു നമ്മുടെ പോപ്പിൻസ് മുട്ടായുടെ വലിപ്പമേ ഉള്ളൂ. പക്ഷേ ഇവൻ ചെയ്യുന്ന പണി ഒരുപാട് വലുതാണ്. ഇതൊരു മിനി ടൈപ്പാണ്, അതുകൊണ്ടാണ് ഇത്രയേ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു. ഇതിന് 2 സൈഡ് വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുന്ന സൈഡ്, അതായത് ഈ ബാക്ക് സൈഡ്, ഇത്രയും വീതിയുള്ള ഭാഗം വരുന്നത് നമ്മുടെ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതാണ്. അതായത് ഈ വയറിങ് വരുന്നതുണ്ടോ, ഈ വയറിങ് വെളിയിലായിട്ട് കാണാൻ പറ്റും. ഈ ചെറിയൊരു നടുക്ക് ഡോട്ട് പോലെ സംഭവമുണ്ട്. ഇത് വരുന്നതിൻ്റെ ഔട്ട്പുട്ട്. ഇതിലായിരിക്കും നമ്മുടെ ഹ്യൂമിഡിറ്റിയെ പുറത്തേക്ക് വിടുന്നത്. ഹ്യൂമിഡിറ്റിയായിട്ട് ഈ ആവി പോലെ വെളിയിലോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 സൈഡാണ് നമ്മുടെ ഈ ഹ്യൂമിഡിഫയർ വരുന്നത്. ഈ സംഭവം ചെറിയൊരു മൊഡ്യൂൾ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമുക്കെങ്ങനെ കറക്റ്റ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് നമ്മുടെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് സാധനം കണ്ടോ, ഈ അറ്റാച്ച് ചെയ്യുന്നത്, അതെടുക്കുക. എന്നിട്ട് ഈ അപ്സൈഡ് ഭാഗം, അതായത് ഔട്ട്പുട്ട് വിടുന്ന ഭാഗം ടോപ്പിലേക്ക് വെക്കുക. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ടോപ്പിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. കണ്ടോ, എന്നിട്ട് ഈ ഒരു അഡാപ്റ്ററും കൂടെ എടുത്തിട്ട് അതിനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കണക്ട് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇത്രയും പരിപാടിയുള്ളൂ. അപ്പോൾ ഇത് സംഭവം കണക്റ്റായി. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഊരി വരത്തില്ല. എന്നിട്ട് നമ്മുടെ ഈ സ്റ്റിക്ക് കണ്ടോ, ഈ ഒരു കോട്ടൺ സ്റ്റിക്ക്, അത് ജസ്റ്റ് എടുത്ത് ഈ ഒരു ഹോളുണ്ട് ബാക്ക് സൈഡിലേക്ക് വരുന്നത്, അതായത് ഇതിനെ അബ്സോർബ് ചെയ്യുന്ന, വാട്ടർ അബ്സോർബ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ജസ്റ്റ് കയറ്റി ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി, വേറെ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു നമ്മുടെ ഈ കൺട്രോൾ ബോർഡിലൊരു വൈറ്റ് പിന്ന് വരുന്നുണ്ട്, അതിലേക്ക് അങ്ങ് കുത്തുക. അതിൻ്റെ സൈഡ് കറക്റ്റായിട്ട് പോർട്ട് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതും ലോക്കായി. ഇനി ഇങ്ങനെയാണ് നമ്മുടെ ഹ്യൂമിഡിഫയറിൻ്റെ ഒരു സംഭവം വരുന്നത്. ഇതിലൊരു സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മളിതുപോലൊരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സോ എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് കണക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു മൈക്രോ USB നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന ആ ഒരു അഡാപ്റ്ററിലാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. അതിതുപോലെ എടുക്കുക. ഇത് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പോർട്ട് ഉണ്ടോ, ഈ കുത്തുന്നത്, ഇത് മൊബൈൽ കുത്താനുള്ള പോർട്ടാണ്. അതിലേക്ക് നൈസായിട്ട് ഇങ്ങനെ കുത്തുക. കുത്തിയതിന് ശേഷം ഈ ഒരു നമ്മുടെ സ്റ്റിക്ക് എടുത്ത് അതേപടി ഇത് പിടിക്കുക. ഈ ടോപ്പ് ഭാഗം ഇങ്ങനെ കൈ ജസ്റ്റ് പിടിച്ചിട്ട്
ഇങ്ങനൊന്ന് വെള്ളത്തിലേക്ക് ഒരു 2 സെക്കൻഡ് താത്ത് പിടിക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ ഈ ഗ്ലാസ്സിലുള്ള വെള്ളം ഇതിലേക്ക് ലോഡാവും. അതായത് നമ്മുടെ ഈ ഒരു കുഞ്ഞ് സർക്യൂട്ടിലേക്ക് ലോഡാവും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ വെച്ചിട്ട് സമയത്ത് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ഈ ചാർജറിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലൊരു ലൈറ്റ് വേർത്തും ഇതിലൊരു സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ശ്രദ്ധിച്ചോണം. കണ്ടോ? ഇനി ഇതിപ്പോൾ വർക്കാകാൻ തുടങ്ങും. ശ്രദ്ധിച്ചോണം. ചെറിയ രീതിയിൽ ഇതിലേക്ക് സ്മോക്ക് വരാൻ തുടങ്ങും. ഓൾറെഡി ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഒരു 1-2 സെക്കൻഡ് എടുക്കുന്നു കറക്റ്റായി പ്രോപ്പറായി വർക്കാകാനായിട്ട്. ജസ്റ്റ് നോക്കിക്കണം. കണക്കില്ലെങ്കിലൊന്ന് ലോഡാകാൻ ചെറിയൊരു താമസം എടുത്തു കേട്ടോ. കണ്ടോ? നമ്മൾ റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഫാൻ ഞാൻ ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. ഓക്കെ. കരുതുന്നുണ്ടോ എത്രത്തോളം പവറിലാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ? ജസ്റ്റ് നമ്മളൊരു വെള്ളത്തിൽ വന്നിട്ട് ലോഡ് ചെയ്തോളൂ. ലോഡാകാൻ ചെറിയൊരു താമസം എടുത്തു. ഇനി ഇതിൽ തന്നെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ച് നമ്മൾ ഒന്നും കൂടെ ഞെക്കുവാണെങ്കിൽ നമ്മുടെ ഈ LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ബ്ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോണം. ഇപ്പോൾ ഇത് സ്റ്റോപ്പായി. ഇനിയിപ്പം 2 സെക്കൻഡ് കഴിയുമ്പം വീണ്ടും ഇത് വർക്കാവും. കണ്ടോ? ഇങ്ങനെ ഇത് വർക്കായിക്കൊണ്ടിരിക്കും. ഇത് ശരിക്കും ഇതിൽ നിന്ന് വരുന്നത് നമ്മുടെ ഈ ഗ്ലാസ്സിലിരിക്കുന്ന ആ വെള്ളം തന്നെയാണ്. വെള്ളത്തിനെ ഹ്യൂമിഡിഫൈ ചെയ്താണ് ഇതിങ്ങനെ ഒരു നീരാവിയായിട്ട് വരുന്നത്. അതായത് ഈ വെള്ളത്തിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പം ഇതൊരു മൈക്രോവേവ് ലെങ്തിലാണ്. ആ ഒരു ടെക്നോളജി അങ്ങനെ പറയുന്നത്. ഒരു മൈക്രോവേവ് രീതിയിലാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കണ്ണിൽ പോലും കാണാൻ പറ്റുന്ന അത്രയും ടൈനി മോളിക്യൂൾസ് ആയിട്ടാണ് ഇത് വാട്ടറിനെ ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത്. ശരിക്കും ഇതിനുള്ളിൽ നടക്കുന്ന ഒരു ചെറിയൊരു ഇവാപ്പറേഷനാണ്. ആ ഇവാപ്പറേഷനാണ് ഇതിങ്ങനെ ഇത്ര രീതി പുറത്തേക്ക് വിടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ എന്തെങ്കിലും സ്മെല്ല് വരാനായിട്ട് എന്തെങ്കിലും ഫ്രാഗ്രൻസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അങ്ങനെയും വർക്ക് ചെയ്യും. നല്ല റൂമിനുള്ളിൽ നല്ല മണവും വരും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് മാത്രം അങ്ങ് ഇട്ട് റൂമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ തോന്നുമ്പോൾ വെള്ളമായിട്ടൊന്നും തോന്നത്തില്ല. ജസ്റ്റ് ഒരു പുക പോലെ നമുക്ക് തോന്നത്തുള്ളൂ. അത്യാവശ്യം ചെറിയൊരു തണുപ്പുമുണ്ട്. റൂമിനുള്ളെല്ലാം പുക പോലെ ആവും. ഇനിയിപ്പോൾ ജസ്റ്റ് ഇത് കണ്ടോണം. കൈ വെക്കും ശ്രദ്ധിച്ചോണം. കുറച്ച് നേരം കൊണ്ട് ഇതൊരു വെള്ളത്തുള്ളിയായി ഇപ്പോൾ കൈ കാണും. ഇത് കണ്ടോ? ഒരു ഡ്രോപ്പ് വെള്ളം നല്ല വെളുത്ത് കണ്ടോ? ഒരു ഡ്രോപ്പ് വെള്ളമാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ വരത്തില്ല. കുറേ നേരം കൊണ്ടേ ഒരു ഡ്രോപ്പ് വെള്ളമായിട്ട് ഇത് വരത്തുള്ളൂ. കണ്ടോ? ഇതാണ് നമ്മുടെ മിനി ഹ്യൂമിഡിഫയറിൻ്റെ പണി. റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമിഡിറ്റി ഒരുവിധം കൺട്രോൾ ചെയ്ത് നിൽക്കാം. അതുപോലെ ഇതിൽ ചെറിയ എന്തെങ്കിലും ഒരു മണത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഓറഞ്ചിൻ്റെ ലെമണിൻ്റെ ഇതാണ്, സിറപ്പ് പോലത്തെ സാധനമാണ്. ഫ്രാഗ്രൻസിന് യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതിൻ്റെ മണം വരുന്നുണ്ടോന്ന്. അതിൻ്റെ മണം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഓറഞ്ചിൻ്റെ മണം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യൂമിഡിഫയറിൻ്റെ പണി. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹ്യൂമിഡിഫയറിന് വില വരുന്നത് 260 രൂപയാണ്. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കാണിച്ചത്. ബൈയിങ് ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് അതിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഈ ഗ്ലാസ്സിലേക്ക് വെക്കാം. ഇനി ഇതല്ലാതെ നമുക്ക് വെക്കാനായിട്ട് ഇതുപോലെ ഞാൻ ഫ്രാഗ്രൻസിൻ്റെ ബോട്ടിലെടുത്തില്ലായിരുന്നു. അതിലേക്ക് ഡയറക്റ്റ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ വെച്ചാൽ മതി. റൂമിൽ കാണാനൊരു രസമുണ്ട്. ഇതിങ്ങനെ ഈ പുക പോലെ ഇങ്ങനെ നീരാവിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ കൂടെ നല്ലൊരു മണവും വരുന്നുണ്ട് റൂമിലേക്ക്. അപ്പോൾ ഇതാണ് ഹ്യൂമിഡിഫയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, അതായത് വർക്കിംഗ് മെത്തേഡ് എന്ന് പറയാം. ജസ്റ്റ് നമുക്കിനി ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം. ഇങ്ങനെ പിടിക്കുമ്പോൾ തലകുത്തി പിടിക്കുമ്പോൾ കാണണം അത്യാവശ്യം നല്ല രീതി വരും. കാരണം ഇങ്ങനെ തലകുത്തി പിടിച്ച് കഴിയുമ്പോഴത്തേനാണ് കൂടുതൽ വെള്ളം ഇതിലേക്ക് എത്തുന്നത്. നോക്കി നല്ല സ്ഥലത്ത് ചുമ്മാ കളിക്കാനൊക്കെ കൊള്ളാം കേട്ടോ. ക്യാമറയിലേക്ക് അടിച്ചാൽ ഒന്നോട്ടിരിക്കും. വെള്ളം തീർന്നു. ആ നിന്ന് പോയി. ആ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് വർക്ക് ചെയ്യാൻ കൊള്ളാം. ഇതാണ് സംഭവം. അപ്പോൾ ഇത്ര ഉള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം.
കാര്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അതായിരിക്കും സൈനിങ് ഔട്ട്.